ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 16-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സംശയം വന്നിട്ടുള്ളത്, ഈ മനുഷ്യരെ പോലെ മൃഗങ്ങൾക്ക് കർമ്മഫലം ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടോ? എന്താണ് ധർമ്മശാസ്ത്രത്തിലും മറ്റും അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ളൊരു സംശയമാണ്. സംശയം ന്യായമായതാണ്. മുമ്പ് എപ്പോഴോ പറയപ്പെട്ടിട്ടുണ്ടോ എന്ന് ഓർമ്മ വരുന്നില്ല. ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും ഇവിടെ സംശയമായിട്ട് ചോദിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും പറയാം. അതായത്, മൃഗങ്ങളെ സംബന്ധിച്ച് പൊതുവെ മൃഗങ്ങൾക്ക് 4 കാര്യങ്ങളാണ്. ഒന്ന് ആഹാരം, 2 നിദ്ര, 3 മൈഥുനം, 4 ഭയം. അപ്പോൾ ഈ ആഹാരവും നിദ്രയും ഭയവും മൈഥുനവും, ഈ 4 കാര്യങ്ങളാണ് അവരിൽ സന്നിഹിതമായിട്ടുള്ളത്. ആഹാരത്തിൻ്റെ കാര്യം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ വളർത്തുന്ന ചില മൃഗങ്ങളുണ്ടാവും. അതിന് നമ്മുടേതായിട്ടുള്ള ചില ആഹാരങ്ങളൊക്കെ കൊടുത്ത് അതിനെ ശീലിപ്പിക്കുക എന്നുള്ളതിനെ മാറ്റി നിർത്തിയാൽ, പൊതുവെ മൃഗങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ആഹാര രീതിയുണ്ട്. അത് ആ ആഹാരത്തെയാണ് അത് സ്വീകരിക്കുന്നത്. അതിൻ്റെ മുന്നിൽ ഓപ്ഷനൊന്നുമില്ല. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, അല്ലെങ്കിൽ പ്യുവർ വീഗൻ, ഇതൊന്നുമില്ല. അത് പൂച്ചയെ ആശ്രമത്തിൽ വളർത്തുന്നതാണെങ്കിലും പൂച്ച എന്താ പറയുക, എലിയെ പിടിക്കും, അരണയെ പിടിക്കും, ഈ പറഞ്ഞതുപോലെ അണ്ണാക്കുഞ്ഞിനെ പിടിക്കും. ഇതെല്ലാം ഇവിടുത്തെ പൂച്ച ചെയ്യുന്നുണ്ട്. അതിനറിയാം. അതിൻ്റെ എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ പാമ്പിൻ്റെ കുട്ടിയെ, മൂർഖൻ പാമ്പിൻ്റെ കുട്ടിയാണ്. കുട്ടിയല്ല, സാമാന്യം വലുപ്പം ഉണ്ടത്. പക്ഷെ അത് വന്ന സമയത്ത് ഇത് പറഞ്ഞ പോലെ അതിനെ 2 പൂച്ചകളും കൂടെ, കല്യാണിയുടെ മാച്ചോയും കൂടി വട്ടട്ട് അതിനെങ്ങനെ നിർത്തിയിരിക്കുക. പക്ഷെ അതിനെ കടിക്കാനോ അതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. കാരണം അതിൽ നിന്ന് ഇതിന് ഹാനി ഉണ്ടാവും എന്നുള്ള ഒരു തിരിച്ചറിവ്. അത് ഭയമാണോ എന്തായാലും ആ ഒരു ഭയം എന്ന് തൽക്കാലം നമുക്ക് പേര് വിളിക്കാം. അത് കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. നേരെ മറിച്ച് അത് വിഷമില്ലാത്ത എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് കടിക്കും, അത് പിടിച്ച് കുടഞ്ഞ് അതിനെ കൊല്ലും. അതിൽ തർക്കമൊന്നുമില്ല. കാരണം വലിയ അണ്ണാരക്കണ്ണനെയൊക്കെ ഇത് പിടിക്കുന്നുണ്ട്. ഓന്തിനെ, ഈ പറഞ്ഞ തവളയെ എല്ലാം പിടിക്കുന്നുണ്ട്. എല്ലാറ്റിനെയും പിടിക്കുന്നുണ്ട്. ഈ ചിത്രശലഭത്തെയൊക്കെ ചാടി പിടിക്കും. മരത്തിൻ്റെ മുകളിൽ കയറി അവിടുന്ന് ചാടി ഇങ്ങോട്ട് വീഴുകയാണ് പിടിച്ചിട്ട്. അപ്പോൾ അതിനറിയാം. എന്നാൽ കൊതു ഇടയ്ക്ക് ഇതിനെ കുത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് ഇതിങ്ങനെ ഓരോ കളി, ഈച്ച, ഇങ്ങനെയുള്ള ചില അതിനെ ശല്യം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പറഞ്ഞു വന്നത്, മൃഗങ്ങൾക്ക് ആഹാരത്തിന് അതിന് ഒരു ക്രമബദ്ധമായ പ്രകൃതി നൽകിയിട്ടുള്ള ഒരു രീതിയുണ്ട്. അത് ആഹരിക്കുകയാണ്. അതിപ്പോൾ പുലി നാട്ടിലിറങ്ങി ആടിനെ പിടിക്കുകയോ നായയെ പിടിക്കുകയോ നമ്മുടെ വളർത്തുമൃഗം പശുവിനെ പിടിക്കുകയോ ഒക്കെ ചെയ്താൽ അത് അതിൻ്റെ ആഹാരം തേടി വന്നത്, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് ആന വന്ന് നമ്മുടെ വാഴ മൊത്തത്തിൽ അതിലെ കയറി ഇറങ്ങി അതിനാവശ്യമുള്ളതൊക്കെ ശാപ്പിട്ട് പോയാൽ നമ്മൾ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, അതിൻ്റെ ആഹാര കാര്യങ്ങളിൽ അതിന് ഒരുപാട് ഓപ്ഷനൊന്നുമില്ല. പ്രകൃതി അതിനെ അനുവദിച്ചു കൊടുത്തത് അത് കഴിക്കുന്നുണ്ട്. ആഹാരം, നമ്മളെ കാര്യം, ഈ കാര്യത്തിൽ നമ്മളൊരു തുലനം നടത്തിയാൽ ഭയങ്കര പ്രശ്നമാണ്. ആഹാരത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഉപ്പില്ല, മുളകില്ല, അത് വറവിട്ടത് ശരിയായില്ല, ഉള്ളി അരച്ചത് ശരിയായില്ല, അത് ഇത് എന്ന് പറഞ്ഞിട്ട് വറവ് പോരാ, ഒരുപാടുണ്ട്. വെള്ളം വറ്റിയില്ല, വെള്ളം അത് കൂടിപ്പോയി, വേവ് ശരിയായില്ല,
ഇത് ആ സമയത്ത് ഇടണമായിരുന്നു. കുറുക്കന് കോഴിയെ കിട്ടിയ ഇങ്ങനെ ഒരുപാട് ഓപ്ഷനൊന്നുമില്ല. കുറുക്കൻ കോഴിയെ മൊത്തത്തിൽ ശാപ്പിടും. നമുക്കങ്ങനെ ശാപ്പിടാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ശാപ്പിടലാണ്. അപ്പോൾ ആഹാരം എന്നുള്ളതിൽ അവർക്കൊരു കൃത്യമായ പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലൂടെ 100% സത്യസന്ധരും അനുകരണീയരുമായിട്ട് അവർ മുന്നോട്ട് പോകും. ആഹാരം നമ്മളെയും കൂടെ ചേർത്താൽ നമ്മൾ ആ കാര്യത്തിൽ പരാജയമാണ്. ആഹാരം. നിദ്രയ്ക്ക് അതിന് ഒരുപാട് എന്താ പറയുക, തലയണ ശരിയാവാത്ത പ്രശ്നമോ, ഫാനിൻ്റെ സ്പീഡ് കൂടിയ പ്രശ്നമോ, കുറഞ്ഞ പ്രശ്നമോ, AC ഇല്ലാത്ത പ്രശ്നമോ, വേണ്ടത്ര വായു കടന്നു പോകുന്നില്ല എന്നുള്ള ഇതൊന്നും അതിനില്ല. നിദ്ര പ്രകൃതി അതിനെ അനുഗ്രഹിച്ച് നൽകിയതാണ്, എല്ലാവർക്കും കിട്ടിയതുപോലെ. പക്ഷെ അത് നന്നായി ഉറങ്ങും. അതിനറിയാം എത്ര സമയം ഉറങ്ങണം, എപ്പോൾ ഉണരണം. അത് രാവിലെ മുഴുവൻ ഉറങ്ങുന്നവരും രാത്രി എണീറ്റ് നടക്കുന്നവരും ഉണ്ട്. നമുക്കതിന് തന്നെ നമുക്കൊരു വ്യവസ്ഥയില്ല. എപ്പോൾ കിടക്കണം, എപ്പോൾ എഴുന്നേക്കണം, എങ്ങനെ കിടക്കണം, എങ്ങനെ എഴുന്നേക്കണം എന്നൊന്നും. ആഹാരം, നിദ്ര. മൂന്നാമത്തേത് നേരത്തെ പറഞ്ഞ ഭയമാണ്. അത് അതിനറിയാം. ഓരോന്നിനെ അത് എങ്ങനെയാണ്, അതിന് ജയിക്കാനുള്ള വഴിയൊക്കെ അതിനറിയാം. പക്ഷെ അതിനെ പരാജയപ്പെടുത്താൻ അതിൻ്റെ എതിർപക്ഷത്തുള്ളവർക്കും അറിയാം. പൂച്ചയ്ക്ക്, ഈ എലിക്ക് പൂച്ചയെ പേടിയാണ്. കാരണം എലിയുടെ നിലനിൽപ്പ് അപകടത്തിലാവുന്ന എലിക്കറിയാം. അത് രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ അതിനറിയാം. പക്ഷേ അതിനെ പിടിക്കാനുള്ള വഴി ഇവനും അറിയാം. അപ്പോൾ അത് രണ്ടും അവരിൽ പ്രകൃതി ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മാനിനെ പിടിക്കാനുള്ള ശേഷി സിംഹത്തിനും പുലിക്കും നരിക്കും കടുവയ്ക്കും ഒക്കെ ഉണ്ട്. അതുപോലെ ആനയുടേതായിട്ടുള്ള ആഹാരം സ്വീകരിക്കണം. അത് പ്യുവർ വെജിറ്റേറിയനാണ്. അപ്പോൾ ആഹാരം, നിദ്ര, ഭയം. നാലാമത്തത് മൈഥുനം. വംശവർദ്ധനവിന് വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ മൈഥുനം. പ്രജനന പ്രക്രിയ വംശത്തെ നിലനിർത്താനുള്ള ഒരു പരിപാടിയാണ്. അതിൽ അവരുടെ വിനോദമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെപ്പോലെയല്ല. നമ്മൾ ശരിക്കും ഈ 4 കാര്യങ്ങളെ അവർക്കുള്ളൂ. അഞ്ചാമത്തെ കാര്യം, ഇപ്പോൾ ചോദ്യം കർമ്മഫലം. ഇപ്പോൾ പൂച്ചയ്ക്കൊക്കെ ഈ എലിയെ കൊന്ന് ഈ പറഞ്ഞ അണ്ണാറക്കണ്ണനി, ഓന്തിനി, ഇതിനെയൊക്കെ പിടിച്ചു കൊന്ന പാപം, പൂർവ്വജന്മകൃതം പാപം, വ്യാധിരൂപേണ ജായതേ എന്നൊക്കെയുള്ള ആയുർവേദത്തിലൊക്കെ പറയുന്ന പ്രമാണങ്ങളൊക്കെ മൃഗങ്ങൾക്ക് ഇല്ല. അവർ ഉടമസ്ഥത ഇല്ലാത്തവരായതുകൊണ്ട് തന്നെ അവർക്ക് കർമ്മബന്ധങ്ങളൊന്നുമില്ല. അവർക്ക് ഞാനെന്നും എൻ്റേതെന്നുള്ള ഉടമസ്ഥതാ ബോധമില്ല. പ്രകൃതിയിൽ അവർ സമ്പൂർണ്ണ പ്രകൃതിയാണ്. ഞാൻ എൻ്റേത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. നമ്മളത് ഉണ്ടാക്കുന്നതാണ്. കുറേയൊക്കെ അവർക്ക് ഇപ്പോൾ അവരുടെ മനഃശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഈ പൂച്ച, ഈ 2 ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് നമ്മൾ പുറത്തൊക്കെ പോയി 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അതിലും കൂടുതൽ മാസങ്ങളൊക്കെ കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുണ്ട്. നിങ്ങളെവിടെയായിരുന്നു ഇത്രയും കാലം എന്നൊക്കെ ഉള്ള ഒരു പരിഭവവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഉടനെ അന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം നമ്മുടെ ഡോറിൻ്റെ മുന്നിൽ ഈ പറഞ്ഞ പോലെ അരണയോ അണ്ണാനോ എന്തെങ്കിലും അത് കൊന്നുകൊണ്ടുവന്നിടും. ഉറപ്പാണ്. കാരണം ഈ അതാണ് യജമാനെന്നോ നമ്മളാണ് യജമാനെന്നോ എന്നൊന്നും അതിൻ്റെ വിചാരം നമ്മൾ വാഹനമൊക്കെ എടുത്ത് പുറത്തു പോകുന്നത് ഇതിന് ഭക്ഷണം മേടിക്കാൻ വേണ്ടി പോവുകയാണെന്നാണ്. ഇതിൻ്റെ വീട്ടിൽ നമ്മൾ താമസിക്കുകയാണെന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ ആയിട്ടുള്ള ഗവേഷണം നടത്തിയിട്ടുള്ളവർ പറയുന്നത്. അത് ജീവിക്കുന്ന വീട് അതിൻ്റെ വീടാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന ഇതിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ ഈ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ കയറി വന്നാൽ ഞാൻ ഇങ്ങനെ പിടിക്കും, ഇതൊക്കെ നമുക്ക് ഒരു ഗിഫ്റ്റായിട്ടോ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണ് ഇത് നമ്മുടെ ഈ ഡോറിൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കണത്. മൂപ്പർക്ക് ഷാപ്പിടാനൊന്നുമല്ല, അവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇതെന്താണ് എന്ന് നമ്മളൊന്ന് അന്വേഷിച്ചപ്പോഴാണ് നമുക്കിത് ഇങ്ങനെ നമുക്ക് തോന്നി ആയിരിക്കാം ചിലപ്പോൾ
എന്തായാലും അങ്ങനെ പതിവല്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ കാണാം ഇത് ചെയ്യുന്നത് കാണാം. എന്തിനെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്നിടും, അതുപോലെ മുറിയുടെ മുന്നിലിടും, ഇങ്ങനെ. അപ്പോൾ ഇത് തന്നെയാണ് കാര്യം. അപ്പോൾ ഈ ആഹാരവും ഭയവും മൈഥുനവും നിദ്രയും. മൈഥുനം പ്രജനന പ്രക്രിയ, അതിൻ്റെ സന്തതികളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള കാര്യം. അതിന് പ്രത്യേക നിയന്ത്രണമോ കാര്യങ്ങളോ അതൊക്കെ നമ്മളാണ് അതിനെ ഓരോന്നും ചെയ്തു വിടുന്നത്. അതിനങ്ങനെ ഇല്ല. അതിൻ്റെ ശേഷി എത്ര കാലം ഉണ്ട് എന്നൊക്കെ പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട്. അഞ്ചാമത് അതിനില്ലാത്തതും നമുക്കുള്ളതുമാണ്. അതാണ് നമ്മളെക്കുറിച്ച് പറയുന്ന ധർമ്മശാസ്ത്രം പറയുന്നത് വിവേകം എന്ന് പറയുന്നത്. ഈ വിവേകം എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള നമ്മുടെ സാമർത്ഥ്യത്തെയും ഇച്ഛയെയുമാണ്. ഭഗവാൻ അത് മഹാഭാരതത്തിൽ വളരെ ഒരു ഗംഭീരമായ ഒരു സന്ദർഭമുണ്ട്, അവിടെ അത് പറയുന്നുണ്ട്. അതായത് മഹാഭാരതത്തിൽ കൃഷ്ണൻ ആയുധം, ഒരു തരത്തിലുള്ള ആയുധവും എടുക്കില്ല എന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. ആ ശപഥം ലോകർക്ക് മുഴുവൻ അറിയുന്നതാണ്. പക്ഷെ 9-ാം ദിവസം ഭീഷ്മർ ഒരു ശപഥം ചെയ്തു. യുദ്ധം തുടങ്ങിയ 9-ാമത്തെ ദിവസം ഭീഷ്മരുടെ ശപഥം കൃഷ്ണനെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കും എന്നതാണ്. അത് ലോകർക്കറിയില്ല. കുറച്ച് ആളുകൾക്കറിയാം, ദുര്യോധനാദികൾക്കൊക്കെ അറിയാം, മുഴുവൻ ലോകത്തിനും അറിയുന്നതല്ല. അപ്പോൾ 10-ാമത്തെ ദിവസം ഭീഷ്മർ വീഴുന്ന ദിവസമാണ്. 10-ാമത്തെ ദിവസം ഭഗവാൻ എന്ത് ചെയ്തു എന്നാണെങ്കിൽ രഥചക്രമെടുത്ത് ഭീഷ്മൻ്റെ നേരെ പോകുന്നുണ്ട്. ആ സമയത്ത് അർജുനൻ തടയുന്നുണ്ട്. കാരണം അങ്ങയുടെ പ്രതിജ്ഞ ലംഘിക്കപ്പെട്ടുകൂടാ എന്ന്. അർജുനൻ അപ്പോൾ അവിടെ വലിയ ധർമ്മം പറയുന്ന ആളാവും. രവിവർമ്മയുടെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുന്ദരമായ രവിവർമ്മയുടെ ഒരു ചിത്രമുണ്ട്. അതിൽ ഭഗവാന്റെ ഇങ്ങനെ ഉത്തരിയൊക്കെ താഴെ ഇങ്ങനെ വീണിട്ട് അർജുനൻ കാല് പിടിച്ച് ഈ രഥചക്രം പൊക്കിയെടുത്തിട്ടുള്ള അതിമനോഹരമായ ഒരു ചിത്രം. ആ ഒരു സന്ദർഭത്തെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട് കർമ്മത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. കർത്തും അകർത്തും അന്യഥാകർത്തും അഹമേവ ശക്യാർജുന എന്ന് പറയുന്നുണ്ട്. കർത്തും, ഒരു കാര്യം ചെയ്യാൻ; അകർത്തും, ചെയ്യാതിരിക്കാൻ; അന്യഥാകർത്തും, മറിച്ചു ചെയ്യാൻ. എന്നിൽ ആ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. ഇത് ഭഗവാന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഉള്ളത് ഭഗവാൻ പറഞ്ഞതാണ്. കർത്തും അകർത്തും അന്യഥാകർത്തും. അഹം ശക്യ, അഹമേവ, ഞാൻ അതിന് പ്രാപ്തനാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ചെയ്യാതിരിക്കാം, മറിച്ചു ചെയ്യാം. ഇതൊരിക്കലും മൃഗങ്ങൾക്കില്ല. മൃഗങ്ങളിൽ ഈ കാര്യങ്ങളാണ്, 4 കാര്യങ്ങളാണ്: ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. അപൂർവങ്ങളിൽ അപൂർവം മാനുഷികമായ ചില ഭാവങ്ങൾ നമുക്ക് മനുഷ്യരിലൊക്കെ കാണാം, മൃഗങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ വീട്ടിലെ അതിൻ്റെ യജമാനൻ, നായ്ക്കൾക്കാണ് അത് ഏറ്റവും കൂടുതൽ. നായയിലും പശുവിലും ഒക്കെ കാണും. നമ്മൾ വളർത്തുന്ന മൃഗങ്ങളിലെല്ലാം കാണാം, പൂച്ചയിലൊക്കെ കാണാം. അവിടുത്തെ പ്രധാനപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും അസുഖം വന്നു, അല്ലെങ്കിൽ അവർ മരിച്ചു, അപ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് അത് അറിയാമത്. നമ്മൾ എത്ര വീഡിയോസൊക്കെ കാണുന്നു. അയ്യോ, ഈ കഴിഞ്ഞ ദിവസം നമുക്കൊരാളൊരു വീഡിയോ അയച്ചു. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ ഇത് തോന്നും. ഒരു കുരങ്ങനാണ്, ചിമ്പാൻസിയാണ്. ഇതിനെ സൂലാക്കിയപ്പോൾ ഒരു വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ, നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ സൂലാക്കിയ സമയത്ത് ഇതിന് അവിടെ പ്രശ്നം.
ഈ ഡോക്ടർമാരൊക്കെ വിശദമായിട്ട് ഇതിനെ നോക്കുമല്ലോ. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഡിപ്രഷനൊക്കെയായി. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തു ഇതിനെ വളർത്തുന്നവരെ കാണാഞ്ഞിട്ടാണ്, അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അവരിതിനെ സൂവിന് നൽകിയതോ അങ്ങനെ എന്തോ ആണ്. എന്തായാലും ഇത് അവസാനം ഇവരിതിനെ കാണാൻ വരുന്നുണ്ട്. കാണാൻ വരുമ്പോൾ കാണണം, ഈ ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ അവൻ ചാടി ആ സ്ത്രീയുടെ നെഞ്ചത്തേക്ക് എന്നിട്ട് അത് ഹഗ് ചെയ്ത്, അയ്യോ അതിൻ്റെ ഇത് കാണണം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവരുടെ ഹസ്ബൻഡാണ് തോന്നുന്നുണ്ട്, അവർ തൊട്ടടുത്തുള്ളപ്പോൾ നേരെ ചാടി ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് എന്ന പോലെ പിന്നെ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് അതിൻ്റെ പ്രകടനം. അപ്പോൾ അതിൽ നമുക്ക് വായിക്കാം, എന്താ നിങ്ങൾ എന്നെ വിട്ടുപോയത്, നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ ഉള്ള ഒരുപാട് അതിൻ്റെ വിങ്ങലും വേവലാതികളും. നമുക്ക് ചില മൃഗങ്ങളിൽ അത്തരം വികാരങ്ങളെ നമുക്ക് കാണാം. നായ ഭക്ഷണം കഴിക്കാതിരിക്കും. കോഴിക്കോട് നമുക്കറിയാം, ഒരാൾ സ്കൂട്ടറിൽ, ഒരു പൊമറേനിയനാണ്, അത് പൊമറേനിയൻ എന്ന് പറയുമല്ലോ നമ്മൾ, ആ നായയെ സ്കൂട്ടറിൻ്റെ മുന്നിൽ വെച്ച് മൂപ്പര് പോണടുത്തൊക്കെ പോകും. അദ്ദേഹം മരിച്ചപ്പോൾ ആ നായ അതേപോലെ ഭക്ഷണം ഉപേക്ഷിച്ച് അതും കുറച്ച് ദിവസങ്ങളെ കൊണ്ട് അത് മരിച്ചു. അപ്പം അങ്ങനെയുള്ള വല്ലാതെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള, ഇവിടെ തിരുവനന്തപുരത്ത് നമ്മൾ ചിന്മയ മിഷനിലുള്ളപ്പോൾ ഒരു കാക്കയുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ചിന്മയ മിഷനിലെ ഒരു സ്വാമിജിയുടെ ഒരു ഡിവോട്ടി, ഒരു ലേഡി ഉണ്ടായിരുന്നു. കാക്കയായിട്ട് അതിനെ പരുന്ത് കൊത്തി കൊണ്ടിട്ടതാ. പരുന്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് അത് പാവം എൻ്റെ കയ്യിൽ എന്തോ പറ്റി. അപ്പോൾ ഇവരതിന് മുറിയൊക്കെ വെച്ച് കെട്ടി. പിന്നെ അതിന് ശേഷിയുണ്ട് പറക്കാനും പോകാനും ഒക്കെ, പക്ഷേ മൂപ്പര് പോവില്ല, ഇവിടെ തന്നെ. എന്നിട്ട് അവരുടെ കൈയും നോക്കണം, കൈയുടെ മുകളിൽ ഇത് മുഴുവൻ ഇരുന്നിരുന്ന് അവരുടെ കൈയുടെ മൊത്തം മാർക്കാണ്, കറുത്ത മാർക്ക്. ആ കാക്ക അത്രയും അറ്റാച്ച്ഡായി. പറയുമ്പോൾ അങ്ങനെ പരുന്ത് ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. നമ്മളുമായിട്ട് ചില സമയങ്ങളിൽ ഇവർക്ക് മാനുഷികമായ ഭാവങ്ങൾ, ഈ സംഘം എന്ന് പറയുന്നത് ശരിക്കും മൃഗങ്ങളിൽ അത് ഇല്ലാത്തതാണ്, പക്ഷേ നമുക്ക് കാണാം ചില ജീവജാലങ്ങളിൽ കണ്ടാൽ അടികൂടുന്നവന്മാർ പരസ്പരം വളരെ സൗഹൃദത്തിലൊക്കെ ജീവിക്കുന്നത് അപൂർവങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതില്ല എന്നല്ല. പൊതുവെ മുഖ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങളാണ് അവരിൽ പ്രധാനമായിട്ട് അവരിൽ സന്നിവേശിച്ചിരിക്കുന്ന ഈ പറഞ്ഞ ഗുണങ്ങൾ. ഈ ഗുണങ്ങൾ സത്വവും രജസും തമസും പറയുമ്പോൾ ഈ ഗുണങ്ങൾക്ക് അനുസൃതമായ ജീവജാലങ്ങളും ഉണ്ട്. ഇപ്പോൾ കുതിരയെ പറയുമ്പോൾ രജോ ഗുണമാണ്, പോത്ത് മുതലായിട്ടുള്ളതൊക്കെ തമോ ഗുണികളാണ്, പശു തുടങ്ങിയിട്ടുള്ളതൊക്കെ സത്വഗുണികളായിട്ട് പറയും. കാരണം അവർ ശാന്തപ്രകൃതരാണ്, അത്ര വയലൻ്റ് അല്ല. അപ്പോൾ ഈ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, വിവേകം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന വിവേകം, അതിന് വിവേകമുണ്ട്, നല്ല വിവേകമുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ വിവേകത്തിൻ്റെ നിർവചനം പറഞ്ഞ് ചെയ്യുക, മറിച്ച് ചെയ്യുക, ചെയ്യാതിരിക്കുക, അത് ഇവരിൽ സഹജമായിട്ടുള്ളതല്ല. എന്നാൽ ചിലതിൽ ഇത് മനുഷ്യരിൽ ഉള്ളതുപോലെ തന്നെ ചെയ്യലും ചെയ്യാതിരിക്കലും മറിച്ച് ചെയ്യലും ഒക്കെ ഉണ്ട്. പല പൂച്ചകളുടെയും ഒക്കെ നിങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കാണാൻ, ശരിക്കും ഈ ആനിമൽ പ്ലാനറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ പറ്റും, കുറേ അതിലുണ്ട്. ഇങ്ങനെ മൃഗങ്ങൾ മാത്രമായിട്ടുള്ള ഒരുപാട് ചാനലുകളുണ്ട്, അവരുടെ വിശേഷങ്ങളൊക്കെ. കുതിര ഇതുപോലെ ആശുപത്രിയിൽ പോയിട്ട് അതിൻ്റെ യജമാനെ കാണുന്നതും, ഡോക്ടർ അതിനെ അനുവദിക്കുന്നതും, എന്നിട്ട് അങ്ങനെ അവിടെ തലയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നതും, അത് അദ്ദേഹത്തിൻ്റെ അവസാന സമയമാണ്. അപ്പോൾ അതിന് സംഘം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പൂർണ്ണമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ സാധ്യവുമല്ല. ഏതായാലും കർമ്മഫലത്തെക്കുറിച്ച് പറയുമ്പം ധർമ്മശാസ്ത്രത്തിൽ കർമ്മഫലം, മൃഗങ്ങളിലെ കർമ്മഫലങ്ങളൊക്കെ പറയുന്നുണ്ട്. പൂർണ്ണമായിട്ട് അതിനെ നിരാകരിക്കുന്നില്ല. ചിലർ മൃഗങ്ങളായിട്ട് ജനിക്കുന്നു. ഇപ്പം ഭരതൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഭരതൻ അങ്ങനെയാണ്,
മാനിനെ നോക്കി പരിചരിച്ച് മാനുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ജന്മം മാനായിട്ടായിരുന്നു. അപ്പോൾ ആ മാൻ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു ഋഷിയെ പോലെ ഉണങ്ങിയ പുല്ല് കഴിച്ചിട്ടാണ്. മൂപ്പര് പച്ചപ്പുല്ല് പോലും കഴിക്കാൻ നിന്നില്ല. അങ്ങനെയാണ് പിന്നെ ജഡഭരതനായിട്ട് ജനിക്കുന്നത്, ജ്ഞാനിയായിട്ടുള്ള ജഡഭരതനായിട്ട്. അപ്പോൾ ജഡഭരതൻ്റെ പൂർവ്വവൃത്താന്തം പറയുമ്പോൾ ഒരു മൃഗം ഉണ്ട്. അതുപോലെ മൃഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ജഡായു സംവാദം വരുന്ന സമയത്ത് തത്വോപദേശങ്ങളൊക്കെ നൽകുന്ന മൃഗങ്ങളെ നമുക്ക് മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ കാണാം. വളരെ എന്താ പറയുക, കർമ്മത്തിൻ്റെ ഗതിയെ. ഇപ്പോൾ ജഡായു സംവാദമാണ് നമ്മളെ ആധ്യാത്മികതയിലേക്ക് ആകർഷിച്ച ഒരു പ്രധാന ഘടകം രാമായണത്തിൽ. അതിഗംഭീരമായ ഫിലോസഫിയാണ് മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും. മരിക്കാൻ പോകാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവൻ്റെ നിരർത്ഥകമായ ആ ഒരു ഐഡിയയെ നിരാകരിക്കുന്നതും അങ്ങനെ വല്ലാത്തൊരു ഇതാണ്. അപ്പോൾ നമുക്കങ്ങനെ ഈ മഹാഭാരതം പോലെ രാമായണം പോലെ ഇതുപോലെ ഒരുപാട്, ഇപ്പോൾ ആനയാണെങ്കിൽ ഗജേന്ദ്രനെ പോലുള്ള ആനകൾ, പശു, ഇതെല്ലാം ഈശ്വരനുമായിട്ട് സംവദിക്കുന്ന രംഗങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ കർമ്മഫലങ്ങൾ, ഇവരുടെ കർമ്മഫലങ്ങൾ എങ്ങനെയാണ് ഇവരെ സ്വാധീനിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇവർ ചെയ്യുന്ന ഇത്തരം കർമ്മങ്ങളെ നീചകർമ്മങ്ങളാണ്, ദുഷ്ടകർമ്മങ്ങളാണെന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ അത് അബദ്ധമാണ്, തെറ്റാണ്. ഒരു പൂച്ച എലിയെ പിടിക്കുന്നത് അത് അതിൻ്റെ ഭക്ഷണം ശേഖരിക്കുക എന്നുള്ളതാണ്. അതൊരു എലിയെ കൊല്ലുക എന്നുള്ളതല്ല. അങ്ങനെ അറിയാം. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഈ വിവേകം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. ഏതായാലും ഈ ചോദ്യത്തിന് നമ്മുടെ ഉത്തരം ഇതാണ്. നമ്മളിപ്പോൾ 16-ാം അധ്യായത്തിലെ 2 ശ്ലോകങ്ങളെ കണ്ടു. ആ 2 ശ്ലോകങ്ങളിൽ കുറച്ച് ദൈവീ സമ്പത്തിനെ നമ്മൾ മനസ്സിലാക്കി. അഭയം, സത്വസംശുദ്ധി, ജ്ഞാന യോഗ വ്യവസ്ഥിതി, ദാനം ദമശ്ച യജ്ഞശ്ച, സ്വാധ്യായ തപ ആർജവം, അഹിംസ, സത്യം, അക്രോധം, ത്യാഗം. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ത്യാഗം ഒന്നുകൊണ്ട് മാത്രമാണ് സനാതനധർമ്മത്തിൻ്റെ ഈ തത്വശാസ്ത്രത്തിൻ്റെ ആകെത്തുകയുള്ള ഏറ്റവും പരമപ്രധാനമായ ഊന്നൽ നൽകുന്ന മൂല്യം ഏത് എന്ന് ചോദിച്ചാൽ ത്യാഗമാണ്. ത്യക്തേന ഭുഞ്ചിതാഹ, ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. ഇതാണ് ഈശാവാസ്യം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഈശാവാസ്യം ഇതം സർവം യത് കിംച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ചിതാഹ മാ ഘൃത കസ്യ സ്വിധനം. നമ്മൾ ഈ ഭഗവത്ഗീത കഴിഞ്ഞാൽ 1-2 ഉപനിഷത്തുകൾ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടതുണ്ട്. കാരണം ഈ ഗീത ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിലൊന്ന് ഈശാവാസ്യം, പിന്നെ കടം ആണ്, പിന്നെ ചാന്തോക്യം, തത്വമസി മഹാവാക്യം. തീർച്ചയായിട്ടും നമുക്കിത് കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഈശാവാസ്യവും കേനവും കടവും ഒക്കെ എടുക്കാം. അപ്പോൾ ഈ ഈശത്തിൽ എന്താ പറയണത്? ത്യക്തേന ഭുഞ്ചിതാഹ. ഇവിടെ പറയുന്ന ത്യാഗം, ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. അവിടെ ആ ഉപനിഷത്തിൽ കൃത്യമായ വിവരണം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഞാൻ എന്തിനെയാണ് ത്യജിക്കേണ്ടത്? ഉപനിഷത്ത് പറയുമ്പം, ഈശൻ പറയുമ്പം അത് മനോഹരമായിട്ടുള്ള പറച്ചിലാണ്. എന്തുകൊണ്ട് ത്യജിക്കണം എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. പക്ഷെ അന്വേഷിക്കുമ്പോൾ അതിനൊരു പൂർവപക്ഷമുണ്ട്. എന്താണ്? ഉപനിഷത്ത് ആരംഭിക്കുന്നത് ഈശാവാസ്യം ഇതം സർവം എന്നാണ്.
ഇതം സർവം ഈശാവാസ്യം, ഇത് മുഴുവൻ ഈശ്വരനാൽ ആവാസ്യമാണ്. ഈശ്വരനാണ് ഇത് മുഴുവൻ. യത് കിംച ജഗത്യാം ജഗത്, യത് കിംച ജഗത് അസ്തി ഇതം സർവം ഈശാവാസ്യം. ജഗത്യാം ജഗത്, രണ്ട് ജഗത്താണ്. ഒന്ന് സ്ഥൂലവും ഒന്ന് സൂക്ഷ്മവും. നാരായണ ഗുരുദേവൻ ഗദ്യപ്രാർത്ഥനയിൽ പറയുന്ന ഈ കാണപ്പെടുന്നതൊക്കെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായിട്ടുള്ള സ്വരൂപത്തോട്, പരമാത്മ സ്വരൂപത്തോട് കൂടിയിട്ടുള്ളതാണ്. അതിനെയാണ് ഇവിടെ ജഗത്യാം ജഗത് എന്ന് പറഞ്ഞത്. യത് കിംച ജഗത്യാം ജഗത്, അത് സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള. യത് കിംച അസ്തി, യാതൊന്നുണ്ടോ, ഇതം സർവം ഈശാവാസ്യം, മുഴുവൻ ഈശ്വരനാണ്. അപ്പം അങ്ങനെ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ത്യക്തേന ഭുഞ്ചിതാഹ, ത്യജിച്ചുകൊണ്ട് ഭുജിക്കാൻ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പൂർവപക്ഷമുണ്ട്. എന്താണത്? അല്ല സാറേ, ഇതെല്ലാം ഈശ്വരനാണ്, ഈശ്വരനല്ലാതെ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ട് ഉള്ളതെല്ലാം ഈശ്വരനാണ് എന്നിരിക്കെ പിന്നെ ഞാൻ എന്തിനെയാണ് ത്യജിക്കേണ്ടത് ഇവിടെ? അപ്പോൾ ഈശ്വരനല്ലാത്ത എന്തോ ഇല്ലേ? അതാണല്ലോ ത്യജിക്കാൻ പറയുന്നത്. അതല്ല നിങ്ങൾ പറയുന്ന ഈശ്വരനെ തന്നെ ത്യജിക്കണം എന്നാണോ? ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ചിന്തിക്കുന്നവന് കൺഫ്യൂഷൻ ഉണ്ട്, അല്ലാത്തവനെ സംബന്ധിച്ച് അതിങ്ങനെ വിഴുങ്ങിക്കോളും. അപ്പം ഞാൻ എന്തിനെയാണ് ത്യജിക്കേണ്ടത്? രമണ മഹർഷിയോട് ചോദിക്കുന്നത് പോലെയാണ് ചോദ്യം, ഉപനിഷത്തിനോട് ചോദിക്കുന്നത്, ഋഷിയോട് ചോദിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം എന്ന് മഹർഷിയോട് ചോദിച്ചു കഴിഞ്ഞാൽ മഹർഷി ചോദിക്കും, ആരാണ് ആ ചോദ്യം ചോദിച്ചത്? ഞാൻ. ആരാണ് ഞാൻ? ഞാൻ എവിടേക്ക് പോകണം? ഞാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഞാനുമായി ചേർത്ത് പറഞ്ഞാൽ, മഹർഷിയോട് ചോദിച്ചാൽ പെട്ടു. അപ്പം ഇവിടെ ഉപനിഷത്ത് പറയുന്നത് ഇതം സർവം ഈശാവാസ്യം എന്ന് നമുക്ക് അനുഭവത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താണോ അതിനെ ത്യജിക്കാൻ പറയുന്നത്. അതെന്താണ്? അയഥാർത്ഥ്യവുമാണ്, അതില്ലാത്തതാണ്. അപ്പം ഇല്ലാത്തത് ഉള്ളതായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതല്ല എന്ന് പറയുന്നത്. നേതി എന്ന് പറയുന്നത് ഇതിനെയാണ്. എന്താണത്? ഞാൻ എന്നതും എൻ്റേതും. ഈ വിശ്വത്തിൽ ആകെ ത്യജിക്കേണ്ടത് അതാണ്, അതില്ലാത്തതുമാണ്. ഇത് ത്യജിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നതാണ് ഈശ്വരൻ. അപ്പോഴേ സർവം ഈശ്വരനായിട്ടുള്ള അനുഭവം ഉണ്ടാവും. അപ്പോഴേ അതിനെ ഭുജിക്കാൻ സാധിക്കും. തെക്തേന ഭുഞ്ചീതാഹ എന്ന് പറഞ്ഞാൽ അനുഭവം അപ്പോഴേ ഉണ്ടാകുന്നുള്ളൂ. അതാണ് ഹരിനാമകീർത്തനത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം. ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടത്, അത് മിണ്ടാവതല്ല, പുറത്തു പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് പണ്ടേ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നായിട്ട്. അപ്പോൾ അവിടെ ഈ ഒന്നായി നിൽക്കണമെങ്കിൽ എന്തു വേണം? പ്രപഞ്ചത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുന്നത് അതാണ്, ഞാൻ എൻ്റേത്. അതിനെയാണ് ത്യജിക്കാൻ പറയുന്നത്, തെക്തേന. ഈ ത്യാഗത്തിൻ്റെ കഥയാണ് മഹാഭാരതമാണെങ്കിലും രാമായണമാണെങ്കിലും നമ്മുടെ എല്ലാ ഫിലോസഫിയും ഉപനിഷത്ത് എല്ലാം വരുന്നത്. ഈ വലിയ ത്യാഗത്തെ ചോദ്യം ചെയ്യുന്നതാണ് കഠോപനിഷത്ത്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കണം, നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞത്. ആ ഉപനിഷത്ത് ആരംഭിക്കുന്നത് എന്താ? ഒരു വലിയ യാഗത്തിലിരിക്കുന്ന ആളാണ്, വിശ്വജിത്ത് യാഗം നടത്തുന്ന ആളാണ്. ഈ ത്യാഗം മനസ്സിലാക്കിയാലേ മഹാബലിയുടെ കഥ മനസ്സിലാവുള്ളൂ.
ഇതാണ് പരീക്ഷ. ഈ പരീക്ഷയിൽ പാസ്സാകുക എന്നുള്ളത് ഈ ഒരു എക്സാമായിരുന്നു, ഫൈനൽ എക്സാമാണ്. ആരുടെ? വാമനൻ്റെ അല്ല, മഹാബലിയുടെ. വാമനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത്, പക്ഷേ മൂപ്പർ പരാജയപ്പെട്ടു. എന്താ പരീക്ഷ എന്തായിരുന്നു? 3 അടി മണ്ണ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. മൂപ്പർ പറഞ്ഞ എന്താ? 3 അടിയോ? അതൊക്കെ മോശമാണ്. 3 സാമ്രാജ്യം ഞാൻ തരാം എൻ്റെ അധീനതയിലെ. ആരുടെ ഭൂമി? മഹാബലിയുടെ ഭൂമിയാണ്. ഫെയിലായി, തോറ്റു പരീക്ഷയിൽ. നേരെ കുറച്ച് പരീക്ഷ ജയിക്കുമായിരുന്നു. എനിക്ക് തരാൻ പറ്റില്ല, കാരണം ഞാൻ നിങ്ങളോടൊരാൾ പറയാണ്, ഈ നമ്മുടെ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത് വിഴിഞ്ഞം പോർട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം എന്ന് പറഞ്ഞാൽ അതീവൻ അദാനി പറഞ്ഞാൽ പോലും നടക്കുമോ? നടക്കില്ല. എന്ന് പറയുന്നത് പോലെയാണ്. ഇത് പറയുമ്പോൾ നമുക്ക് തോന്നില്ല എത്ര നിരർത്ഥകമാണ്. അതുപോലെ നിരർത്ഥകമാണ് തത്വജ്ഞാനിയുടെ മുൻപിൽ എൻ്റേത് ഇത് ഞാൻ എഴുതി തരാം എന്ന് പറയുന്നത്. ഞാൻ അങ്ങേക്ക് തരാൻ ആരാണ് എന്ന് ആരോടും പറയാം നമുക്ക്. ഇത് വെറുതെ എന്തൊരു സഹായം ചോദിക്കാൻ വരുമ്പോൾ പറയുന്നതല്ല, ഫിലോസഫിയെ എടുത്ത് പറയുമ്പോൾ പറയുന്നതാണ്. അപ്പം നിങ്ങളോട് നാളെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി കൈ നീട്ടുമ്പോൾ ഞാൻ അങ്ങേക്ക് തരാൻ ആരാണ്, എല്ലാം അവിടത്തെ അല്ലേ എന്ന് പറഞ്ഞാൽ ഉടായ്പ് പറയാനല്ല ഇത് പറയണത്. ആ ഇത് കേട്ടപ്പോഴാണ് ഒരു സമാധാനമായത്. സ്വാമിക്ക് ദക്ഷിണ ഒന്നും തന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ, കാരണം ഞാൻ ആരാണ് അങ്ങേക്ക് ദക്ഷിണയൊക്കെ തരാൻ? അതിനുള്ളതല്ല. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളിതിൻ്റെ ഉടമയാണോ? അതായിരുന്നു മഹാബലിയുടെയും വാമനൻ്റെയും മുന്നിലുണ്ടായിരുന്ന പരീക്ഷ. ആ പരീക്ഷയിൽ ഗംഭീരമായിട്ട് പരാജയപ്പെട്ടു. ഫുൾ വട്ടപൂജ്യം. നല്ല അവസരം കൊടുത്തതാണ്. ഇത് തന്നെയാണ് കഠോപനിഷത്തിൻ്റെ സന്ദർഭത്തിലും. ഇവൻ അന്നം കൊടുത്ത് ദാനം നൽകിയിട്ട് പേര് കേട്ടവനാണ്. വാചശ്രവസ്വം, വാചം കൊണ്ട് അന്നം കൊണ്ട് കീർത്തിയെ പ്രാപിച്ചവനാണ്. ഉഷൻഹ വൈ വാചശ്രവസഃ സർവവേദസം ദദോ തസ്യഃ നചികേത നാമ പുത്ര ആസ തംഹ കുമാരം സന്തം ദക്ഷിണാസു നീയമാന സുശ്രദ്ധാ വിവേശ സോ അമന്യത പീതോദക ജഗ്ദദ്രുണ ദുഗ്ധദോഹ നിരീന്ദ്രിയാഹ. കണ്ടു. ചാവാളി പശുക്കളൊക്കെ അവസാനത്തെ കറവയും പറ്റി പോണ സാധനം കണ്ടപ്പോൾ ഇവൻ ചോദിച്ചു, എല്ലാറ്റിനെയും അച്ഛൻ ദാനം ചെയ്യുക, സകലത്തിനും കൊടുത്തു. അവസാനം ഇതിനെയും കൊടുത്തു, എല്ലാത്തിനെയും കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം നല്ലതൊക്കെ ആളുകൾ എടുത്തു കൊണ്ടുപോയി, അവസാനം ഇതുണ്ടായിരുന്നു ഇതിനെയും കൊണ്ടുപോവുക. അപ്പോഴാണ് ഈ പയ്യൻ അച്ഛനോട് ചോദിക്കുന്നത്, ഇയാൾക്കിത് ഉറച്ചിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അച്ഛ മാം കസ്യ ദാസ്യസീതി, എന്നെ ആർക്കാണ് കൊടുക്കുന്നത്? അച്ഛനൊന്നും മിണ്ടിയില്ല. ദ്വിതീയം തൃതീയം തം ഹോവാച, 2ാമതും 3ാമതും അവൻ ചോദിച്ചു. ഈ 3 പ്രാവശ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നൽകിയിരിക്കണം എന്നാണ് ധർമ്മശാസ്ത്രം. അതാരാണെങ്കിലും, അച്ഛനാണെങ്കിലും മോനാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും 3 പ്രാവശ്യം ഒരു ചോദ്യം ചോദിച്ചാൽ പറയണം, ഉത്തരം പറയണം. തൃതീയം തം ഹോവാച. അപ്പോൾ മൂപ്പരാണെങ്കിൽ കൃത്യമായൊരു ഉത്തരവും പറഞ്ഞു. മൃത്യവേത്വാ ദദാമീതി, മരണത്തിനായിക്കൊണ്ടാണ് നിന്നെ ഞാൻ നൽകുന്നത്. പോരെ. പിന്നെ അവൻ പെട്ടി മടക്കി നേരെ ബാക്ക് പാക്കും വെച്ച് മൃത്യുവിൻ്റെ അടുത്തേക്ക് പോവുക, യമൻ്റെ അടുത്തേക്ക്, കൈലാസത്തിലേക്ക്. അവിടെയാണ് യമദ്വാരം ഉള്ളത്. അവിടെ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ കാണുന്നത് എന്നാണ്. നമ്മൾ കൈലാസം പോകുമ്പോൾ അവിടുന്ന് ഈ കഠോപനിഷത്തിലെ മന്ത്രമൊക്കെ ചൊല്ലാറുണ്ട് ആളുകൾ. ഞങ്ങൾ
ഇവൻ്റെ ഉപദേശങ്ങളൊക്കെ. അതൊരു ഒരു എന്താ പറയുക, ഒരു ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്. നിറയെ യാക്കിൻ്റെ തലകളൊക്കെ തൂങ്ങി കിടക്കുന്ന ഒരു ചെറിയ ഗോപുര, അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വേണം മൃത്യുവിനെ താണ്ടി. എന്നാൽ നമ്മുടെ ഈ ഭൗതിക ശരീരത്തിൻ്റെ മരണവും പിന്നീട് നമുക്കുണ്ടാകുന്നത് ഒരു പുതിയ ശരീരം എന്നാണ്, പുതിയ ജന്മം എന്നാണ്, ദ്വിജനാവുന്നതൊക്കെ അപ്പോഴാണ്, സിംബോളിക്കായിട്ട്. അപ്പം എന്തായാലും കുട്ടിയുടെ ഉടമസ്ഥത ഇവൻ ചോദ്യം ചെയ്യുക, ശരിക്കും പറഞ്ഞു. അപ്പോൾ നമുക്ക് മക്കളിൽ ഉടമസ്ഥതാബോധം ഉണ്ടോ? എൻ്റെ മകൻ, എൻ്റെ മകള്, അതിനും ജയിക്കേണ്ടതാണ്. ഉപനിഷത്തിൽ ആ സന്ദർഭ ത്യാഗത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന അതാണ് അവിടെയാണ് ഉപനിഷത്ത് ആരംഭിക്കുന്നത്. നമ്മളെല്ലാറ്റിലും ഈ ത്യാഗത്തെ എടുത്തു കഴിഞ്ഞ്, ത്യാഗത്തെ നോക്കിക്കഴിഞ്ഞാൽ ത്യാഗാത് ശാന്തിരനന്തരം നമ്മൾ പഠിച്ചതാണ്. ത്യാഗത്തിൻ്റെ ശാന്തി, ത്യാഗം കൊണ്ടേ ശാന്തിയുള്ളൂ, ത്യജിക്കുന്നതിലൂടെ. ത്യാഗത്തിൻ്റെ ശാന്തിയുടെ മധുരിമയെ, മഹത്വത്തെ രാമകൃഷ്ണദേവൻ മനോഹരമായിട്ട് പറയും വചനാമൃതത്തിൽ. ഒരു പരുന്ത് ഒരു മത്സ്യം കൊത്തി പറക്കുന്ന സമയത്ത് അതിനെ ഹോൾഡ് ചെയ്തിരിക്കുക, കാക്കകൾ ചുറ്റും കൂടി അതിനെ പറക്കാൻ അനുവദിക്കാതെ ഈ മത്സ്യത്തിനായിട്ട് കാന്ന് പറഞ്ഞ് അതിന് ചുറ്റും കൂടിയിരിക്കുക. ഇവന്മാർ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഈ പരുന്ത് തിരിച്ചറിയാണ് ഇതെൻ്റെ കയ്യിലുള്ളതാണ് ഇവന്മാരുടെ പ്രശ്നം. പരുന്ത് അത് വിടുകയാണ്. വിട്ടതോടുകൂടി ഇവന്മാരെല്ലാം അതിൻ്റെ പിറകെയായി. പിന്നെ പരുന്ത് ആ വിഹായസിൽ ഇങ്ങനെ പറക്കുകയാണ്. ആ ഉടമസ്ഥത ബോധം കയ്യൊഴിയുമ്പോഴുള്ള അവസ്ഥയെ രാമകൃഷ്ണദേവൻ ഗംഭീരമായിട്ട് പറയും. ഇതം ന മമ. അതാണ് ത്യാഗത്തിൻ്റെ മധുരിമ, ത്യാഗത്തിൻ്റെ സൗന്ദര്യം. പല ഏടാകൂടങ്ങളും ഉണ്ടല്ലോ. നമ്മൾ കയ്യൊഴിയുമ്പോണ്ടല്ലോ ഒരു സമാധാനം ഉണ്ടാവും. ആദ്യം കുറച്ചൊരു പ്രശ്നം ഉണ്ടാവും, പക്ഷെ അത് ഒഴിഞ്ഞു കഴിയുമ്പോണ്ടല്ലോ ആവും. നമ്മൾ പറയും ആ സ്വല്ലം ഒഴിഞ്ഞു കിട്ടി. ത്യക്തേന ഭുഞ്ചീതാഹ, ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. അതുകൊണ്ട് ത്യാഗം മഹത്തരമായിട്ടുള്ളതാണ്, ഏറ്റവും പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഇതിൻ്റെ പ്രായോഗിക വശങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ത്യാഗത്തിൻ്റെ അപ്രായോഗികമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്ത ചെയ്യുക. നമുക്ക് നോക്കാം നാളെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.